മാർക്കൊക്കെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ മോളുള്ള കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് 100% ഉറപ്പാണ് യു എയിലുള്ള ഒരാളും 18 ഇയേഴ്സ് അണ്ടറിലുള്ള ഒരാൾ പോലും തിയേറ്ററിൽ പോയിട്ട് മാർക്കോ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടുത്തെ റൂളേഴ്സ് മണ്ടന്മാരായതുകൊണ്ടല്ല ഇങ്ങനെ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ നമ്മൾ ആടുജീവിതത്തിലും ഇതേ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റിയത് OTT-യിലാണ്. ആ സമയത്ത് മോള് ഈ ഒരു മാർക്കോനെ അപേക്ഷിച്ചിട്ട് ആടുജീവിതത്തിൽ ഒരു വയലൻസും ഇല്ല. പക്ഷെ ആ മൂവി കണ്ടിട്ട് അതിൽ വന്ന ആ ഒരു ചെറിയൊരു വയലന്റ് പോർഷനിൽ മോള് വല്ലാതെ പേടിച്ച് കരഞ്ഞു. അപ്പോഴാണ് ഇത് കുട്ടികളെ എന്തുമാത്രം എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കും മനസ്സിലായത്. ഒരു സിനിമ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റിലെ പൊളിറ്റിക്സിനെ പോലും സിനിമ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബ്യൂസും വയലൻസും ഒക്കെയുള്ള മൂവീസ് ആരുടെ മുമ്പിലേക്ക് എത്തണം, ആരത് ഹാൻഡിൽ ചെയ്യാനായിട്ട് മെച്ചോർഡായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഗവൺമെന്റ് ആണ്. അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കടമയാണ്. ഇതുപോലുള്ള ഒന്നും ചെയ്യാതെ ഈ കണ്ടന്റ്സ് നേരെ കുട്ടികളുടെ മുമ്പിലേക്ക് എത്തി അവർ അത് ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ ലൈഫിലേക്ക് അത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെയുള്ള പോലത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെയല്ലേ കുട്ടികളുടെ ഇടയിൽ ഈ ക്രൈം റേഷ്യോ കൂടുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം?